قال الله تعالى في قرآنه الكريم: إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ ഹജ്ജ് മാസങ്ങളിലാണ് ഉള്ളത്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം ഇവയാണ് ഹജ്ജ് മാസങ്ങളായിട്ട് എണ്ണപ്പെട്ടിരിക്കുന്നത്. പവിത്ര മാസങ്ങൾ എന്നും ഈ മാസങ്ങളെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട്. ഞാനിവിടെ ഓതി വച്ചത് സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിൻ്റെ കണക്ക് പ്രകാരം കൊല്ലത്തിൽ 12 മാസങ്ങൾ ഉണ്ട്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അഥവാ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തൊട്ട് അങ്ങനെ തന്നെയാണ് ഉള്ളത്. മിൻഹ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ആ 4 മാസങ്ങൾ ഏതൊക്കെയാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതിൽപ്പെട്ട മാസങ്ങൾ തന്നെയാണ് ഹജ്ജ് മാസങ്ങളും. അതിൽ പെടാത്തതാണ് റജബ് മാസം. അങ്ങനെ 4 മാസങ്ങൾ പവിത്രമാണ്. ഈ പവിത്ര മാസങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നു: ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. അഥവാ സമാധാനത്തിലേക്കും സന്ധിയിലേക്കും മനുഷ്യ മനസ്സുകൾ എത്തിച്ചേരേണ്ട മാസങ്ങൾ, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ എന്നതിൻ്റെ അർത്ഥം അതാണ്. ഇസ്ലാം യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല, സമാധാനത്തെ ആഗ്രഹിക്കുന്നു, സന്ധിയെ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ യുദ്ധങ്ങൾ ഉണ്ടായിത്തീർന്നാൽ ഉടനെ സമാധാനത്തിലേക്കെത്താൻ, സന്ധിയിലേക്കെത്താൻ ഈ മാസങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ സഹായിക്കുന്നു. ഫിത്തിന ആഗ്രഹിക്കുന്നില്ല, അക്രമത്തെ ആഗ്രഹിക്കുന്നില്ല,
സമാധാനത്തെയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സുകൾ സമാധാനത്തിലേക്ക് ചായേണ്ട മാസങ്ങളാണ് പവിത്ര മാസങ്ങൾ എന്നർത്ഥം. ഈ പവിത്ര മാസങ്ങളിൽ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കൽ, ഇബാദത്തിൽ മുഴുകൽ, നമസ്കാരാദി കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കൽ, ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തൽ ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ദുൽഖഅദ് മാസത്തിലാണ് ഉള്ളത്. ദുൽഖഅദ് മാസം ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. തൊട്ടടുത്ത മാസമാണ് ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ 8-ാം തീയതി ആരംഭിച്ച് 13-ാം തീയതി അവസാനിക്കുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം. അപ്പോൾ ദുൽഹിജ്ജ മാസം അത് പവിത്ര മാസങ്ങളിൽ പെട്ടതാണ്. ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെ ദിവസങ്ങൾ, ആ ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ, മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിലെ 36-ാമത്തെ ആയത്ത്, ഈ ആയത്തിൽ ബലി മൃഗവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണെങ്കിലും ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. എണ്ണപ്പെട്ട ദിവസങ്ങൾ, അയ്യാമൻ മഅദൂദ. ആ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെ? ആ ഒരു ചർച്ചയിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെ ദിവസങ്ങളാണ് എന്നാകുന്നു. അയ്യാമിൻ മഅലൂമാത്ത് എന്ന ഒരു പ്രയോഗവും വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അറിയപ്പെട്ട ദിവസങ്ങൾ, അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്ത് ഹജ്ജിലെ 28-ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. ഇബ്നു കസീർ വളരെ പ്രമുഖനായ ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ അയ്യാമുൽ മഅലൂമാത്ത്, ആ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ, അത് ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെ ദിവസങ്ങളാണ്. വഹുവ ഖൗൽ അബി മൂസൽ അശ്അരി വ മുജാഹിദ് വ അതാ വ സഈദ് ഇബ്നു ജുബൈർ വൽ ഹസൻ വ ഖതാദ വ അതാഉൽ ഖുറാസാനി വ ഇബ്രാഹിം വഹുവ മദ്ഹബു ശാഫിഈ വൽ മശ്ഹൂറു അൻ അഹ്മദ് ഇബ്നു ഹംബൽ. ഇതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അതായത് വളരെ പ്രാമാണികരായ മുഫസ്സിരീങ്ങളൊക്കെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അത് അബീ മൂസൽ അശ്അരി വ മുജാഹിദ് ഇതൊക്കെ മഹാപണ്ഡിതന്മാരും ഉലമാക്കളും ഖുർആൻ വ്യാഖ്യാതാക്കളുമാണ്. അതുപോലെ വഹുവ മദ്ഹബു ശാഫിഈ, ശാഫിഈ മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. വൽ മശ്ഹൂറു അൻ അഹ്മദ് ഇബ്നു ഹംബൽ, ഹംബലി മദ്ഹബിൽ അത് വളരെ പ്രസിദ്ധമായ ദിവസങ്ങളാണ് എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ ഈ സൂറത്ത് ഹജ്ജിലെ 28-ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹസൻ ബസ്വരി റഹിമഹുല്ലാ അദ്ദേഹം മറ്റൊരു ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹവും പറയുന്നു, ഹിയ ആശുറു ദുൽഹിജ്ജ, അത് ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്
വരാൻ പോകുന്നത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. സുഇല റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഈ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ചോദിക്കപ്പെട്ടത്. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമല്, ആ അമലിൻ്റെ അത്രയും മറ്റു ദിവസങ്ങളിൽ അവൻ ഒരു സൽക്കർമ്മം ചെയ്താൽ എത്തുകയില്ല. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്ന് ആ ദിവസത്തെ സംബന്ധിച്ച് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ വളരെ ജാഗ്രതയോടെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നർത്ഥം. ഈ 10 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം എന്നത്, അഥവാ ദുൽഹജ്ജ് മാസം 9-ാം തീയതി. അറഫ ദിനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കേവർക്കും അറിയാം. അറഫ ദിനത്തിലാണ് ഹാജിമാർ അറഫയിലേക്ക് പുറപ്പെടുന്നതും അറഫ മൈതാനിയിൽ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് അസ്തമയം വരെ ഹാജിമാർ നിൽക്കുന്നത്. ദുൽഹിജ്ജ 9-ന് രാവിലെ മിനായിൽ നിന്ന് ഹാജിമാർ പുറപ്പെടുന്നു. ഉച്ചയോടെ അറഫയിൽ അവർ എത്തിച്ചേരുന്നു. ലൊഹർ അസർ നമസ്കാരങ്ങൾ ജംആയിട്ട് അവർ നമസ്കരിക്കുന്നു. എന്നിട്ട് അസ്തമയം വരെ അറഫ മൈതാനിയിൽ അവർ നിൽക്കുന്നു. ഈ അറഫ ദിവസം ഹജ്ജിന് വേണ്ടി പോകാത്തവർ നോമ്പെടുക്കുന്നു. അറഫ നോമ്പ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. സുഇല റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ചാണ് ചോദിക്കപ്പെട്ടത്. ഫഖാല, അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ വസനത്തൽ ഖാബില, വരാൻ പോകുന്ന ഒരു വർഷത്തെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. വലിയ പാപങ്ങളല്ല, വലിയ പാപങ്ങൾ പൊറുക്കപ്പെടാനായിട്ട് മറ്റ് മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അപ്പൊ അറഫ ദിനം എന്നത് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പൊ ആ ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ നോമ്പെടുക്കാൻ വിശ്വാസികളായ നമുക്ക് ഏവർക്കും സാധിക്കണം. നോമ്പെടുക്കുക തന്നെ വേണം. ആ നോമ്പിൻ്റെ പ്രതിഫലമാണ് വളരെ പ്രാമാണികമായി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പൊ അറഫ ദിനത്തെ സംബന്ധിച്ച് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹു ആ ദിവസത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്രയും ആളുകളെ മറ്റു ദിവസങ്ങളിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല. അതായത് തൗബ സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് ഹാജിമാർ അറഫ മൈതാനത്തേക്ക് പോയിട്ട് അവര് ദിക്ർ ഔറാദുകൾ അതുകൂടാതെ പശ്ചാത്തപിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട്, അറഫ മൈതാനം പാൽക്കടലായി മാറിയിരിക്കുന്നു. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫ മൈതാനത്ത് നിന്ന് തൗബ ചെയ്യുന്ന ഒരു ദൃശ്യം നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കാണാറുണ്ട്. അപ്പോൾ ഹാജിമാര് പൊട്ടിക്കരയുന്ന, തൗബ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഹാജിമാരുടെ കണ്ണീര് വീഴുന്ന ഒരു മണ്ണാണ് അറഫ മൈതാൻ. അറഫ എന്ന വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്ന അറബി വാക്കാണ്. അതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്ന. അതുമായി ബന്ധപ്പെട്ട് പല കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 കഥകൾ ചരിത്രം പറയാം. ആദം നബി അലൈഹിസ്സലാം, അള്ളാഹു ആദം നബി അലൈഹിസ്സലാം അതേപോലെ ഹവ്വ ബീവി അവരെ ഭൂമിയിലേക്ക് അയക്കുന്നു. അങ്ങനെ അവർ ഭൂമിയിൽ വന്നു, പരസ്പരം കണ്ടു, പരസ്പരം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ മൈതാനം. അതുകൊണ്ടാണ് ആ ഒരു പേര് അറഫ മൈതാനത്തിന് ലഭിച്ചത് എന്ന ഒരു
ചരിത്രം അതിൻ്റെ പുറകിൽ ഉണ്ട്. അതുകൂടാതെ മറ്റൊരു ചരിത്ര സംഭവം ഇങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുന്നു. തൻ്റെ മകനെ അറുക്കുവാൻ വേണ്ടി പല പ്രാവശ്യം അദ്ദേഹം സ്വപ്നം കാണുന്നു. ഈ സ്വപ്നം ഒരു യാഥാർത്ഥ്യമാണോ? അദ്ദേഹത്തിന് സംശയമായി. അങ്ങനെ അതൊരു യാഥാർത്ഥ്യമാണ്, ഇത് കേവലം ഒരു സ്വപ്നമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞത് അറഫ മൈതാനത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ്. ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായ സ്ഥലം, അതുകൊണ്ടാണ് അറഫ എന്ന പേര് ആ മൈതാനത്തിന് ലഭിച്ചത്. അങ്ങനെയും ഒരു കഥ ഇതിൻ്റെ പുറകിൽ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കും. ഈ കഥകൾ എന്തു തന്നെയായാലും അതിൽ ശരിയുണ്ടാകട്ടെ തെറ്റുണ്ടാകട്ടെ, അറഫ എന്ന ആ പദത്തിൻ്റെ അർത്ഥം തിരിച്ചറിവ് എന്നാണല്ലോ. ഒരു ഹാജി അറഫ മൈതാനിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് തിരിച്ചറിവ്. നമുക്കെല്ലാവർക്കും അറിവുണ്ട്, പക്ഷേ തിരിച്ചറിവാണ് നമുക്കില്ലാത്തത്. എന്താണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം? ഒരു ഉദാഹരണം പറയാം. നമ്മൾ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു സ്വർണത്തിൻ്റെ ഏതെങ്കിലും ഒരു വസ്തു നമ്മുടെ കണ്ണിൽ പെടുന്നു. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒരു അറിവുണ്ട്. അറിവെന്താണ്? ഈ കിടക്കുന്നത് സ്വർണമാണ്, വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്, ഇതാണ് നമ്മുടെ അറിവ്. പക്ഷെ അത് എടുക്കാൻ പാടില്ല, അത് എൻ്റേതല്ല എന്നതാണ് തിരിച്ചറിവ്. ഇതാണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്ന ഒരു ഇടം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവാണ് ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഈ ഭൂമിയിൽ ഞാൻ നിർവഹിക്കേണ്ടുന്ന ഡ്യൂട്ടി എന്താണ്, ഞാൻ അവസാനം എവിടേക്കാണ് പോകുന്നത്. ഭൗതികമായ കണ്ണോടെ ജീവിതത്തെ വായിക്കുന്നവർ പറയുന്നു, നമ്മൾ എങ്ങനെയോ ജനിച്ചു, ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു, അവസാനം മരിച്ച് മണ്ണടിഞ്ഞ് മണ്ണായിട്ട് പോകുന്നു. ഇതാണ് ഭൗതിക വീക്ഷണത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ലല്ലോ. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് കൃത്യമായ ഉദ്ദേശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിവിടെ ജീവിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ അവസാനം പോകുന്നത് അള്ളാഹുവിൻ്റെ കൃത്യമായ ഒരു പ്ലാനാണ്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തന്നെയാണ്. ഈ ജീവിത യാത്രയുടെ തിരിച്ചറിവ് അത് കിട്ടുന്ന ഇടമാണ് അറഫ മൈതാനം. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് അറഫയ്ക്ക് ആ ഒരു പേര് കിട്ടിയത് എന്ന് അതുമായി ബന്ധപ്പെട്ട ചരിത്ര ഗവേഷകന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അറഫ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹജ്ജ് മാസം 9-ാം തീയതി. അന്ന് നമ്മളൊക്കെ നോമ്പെടുത്തുകൊണ്ട് ഹാജിമാരോട് ഐക്യപ്പെടേണ്ടതുണ്ട്. ആ സുന്നത്തായ നോമ്പ് നമ്മളാരും വിട്ടുകളയാൻ പാടില്ല. അതേപോലെ ദുൽഹജ്ജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസമാണ് ദുൽഹജ്ജ് മാസം 10-ാം തീയതി. ആ ദിവസത്തിന് പറയുന്ന പേര് യൗമുൻ നഹർ എന്നാണ്. നെഹ്റു എന്ന വാക്കിന്റെ അർത്ഥം ബലിയറുക്കൽ എന്നാണ്, ബലിയുടെ ദിവസം. ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും, ദുൽഹജ്ജ് മാസം 10-നാണ് ഹാജിമാർ ഒരുപാട് കർമ്മങ്ങൾ അവിടെ ചെയ്യുന്നത്. ദുൽഹജ്ജ് മാസം 9-ന് അറഫയിൽ നിൽക്കുന്നു. ആ 9-ന് തന്നെ മുസ്ദലിഫ, അവിടേക്ക് ഹാജിമാർ പുറപ്പെടുന്നു. അന്ന് മുസ്ദലിഫയിലാണ് അവർ കിടന്നുറങ്ങുന്നത്. അവിടെ നിന്ന് എഴുന്നേറ്റ് കല്ലുകളൊക്കെ പറക്കിയെടുത്ത് നേരെ അവർ പോകുന്നത് മിനായിലേക്കാണ്. മിനായിലെ ജംറകളിൽ അവർ കല്ലെറിയുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ബലി അറുക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് അവർക്ക് തവാഫ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് അവർക്ക് സഅയ് നിർവഹിക്കാനുണ്ട്. ഇത്രയും കർമ്മങ്ങൾ, അഥവാ മുസ്ദലിഫയിൽ നിന്ന് എഴുന്നേറ്റ് കല്ലുകൾ പെറുക്കിയെടുത്ത് ജംറയിൽ എറിഞ്ഞ് ബലി അറുത്ത് ഹറമിലേക്ക് പുറപ്പെട്ട് തവാഫ് നിർവഹിച്ച് സഅയ് നിർവഹിച്ച് വീണ്ടും മിനായിലേക്ക് വന്ന് ടെന്റിൽ അവർ വിശ്രമിക്കുന്നു. അപ്പോൾ വിശ്രമമില്ലാതെ ഹാജിമാർ പണിയെടുക്കുന്ന ഒരു ദിവസമാണ് യൗമുൻ നഹർ. അതുകൊണ്ട് ആ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അന്നാണ് നമ്മളൊക്കെ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദുൽഹജ്ജ് മാസം 10-ാം തീയതി. ആ 10-ാം തീയതിയാണ് നമ്മൾ ബലി അറുക്കുന്നത്.
ബലിയെ സംബന്ധിച്ച് വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. ബലിയുടെ ആത്മാവ്, ബലിയുടെ ലക്ഷ്യം, അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു ഖുതുബയിൽ പരാമർശിക്കാം. ബലി അറുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായി തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഏത് മദ്ഹബ് എടുത്ത് നോക്കിയാലും, ഇപ്പൊ ഷാഫിഈ മദ്ഹബ്, അതേപോലെ ഹംബലി മദ്ഹബ്, അതേപോലെ മാലിക്കി മദ്ഹബ്, ഈ 3 മദ്ഹബുകൾ പഠിക്കുമ്പോൾ ബലിയെ സംബന്ധിച്ച് ഈ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറയുന്നത് സുന്നത്ത് മുഅക്കദാണ്. ബലി കൊടുക്കുക എന്നത് സാമ്പത്തിക ശേഷിയുള്ളവർ അഥവാ കൊല്ലം കൊല്ലം സക്കാത്ത് കൊടുക്കാൻ ശേഷിയുള്ളവരൊക്കെ ബലി കൊടുക്കാനും ശേഷിയുള്ളവരാണ്. അപ്പൊ അത്രയും സമ്പത്തുള്ള സാമ്പത്തിക ശേഷിയുള്ളവർ ബലി കൊടുക്കുക എന്നത് സുന്നത്ത് മുഅക്കദ്. സുന്നത്ത് മുഅക്കദ് എന്ന് പറഞ്ഞാൽ ബലപ്പെട്ട അഥവാ അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന, ഒഴിവാക്കാൻ പാടില്ലാത്ത സുന്നത്തായ ഒരു കാര്യമാണ് എന്ന് 3 മദ്ഹബിന്റെ ഇമാമിയങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും, ഇനി ഇമാം അബൂ ഹനീഫ അഥവാ ഹനഫി മദ്ഹബിൽ ആ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്തു പറയുന്നു? ഈ 3 മദ്ഹബിൽ സുന്നത്ത് മുഅക്കദാണെങ്കിൽ ഹനഫി മദ്ഹബിൽ ഈ ബലിയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ബലി കൊടുക്കൽ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് വാജിബാണ് എന്നാണ്. അഥവാ സക്കാത്ത് കൊടുക്കാൻ ശേഷിയുള്ളവര് ബലി കൊടുക്കണം, അതവർക്ക് നിർബന്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വാജിബാണ്. അപ്പൊ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഇജ്മാ ഉള്ള, ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ട, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ബലി എന്ന് പറയുന്നത്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അതിൽ 3 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ സുന്നത്ത് മുഅക്കദ് എന്ന് രേഖപ്പെടുത്തി. ഇമാം അബൂ ഹനീഫ അഥവാ ഹനഫി മദ്ഹബിൽ അത് വാജിബായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ബലി കൊടുക്കണം. ഒരു മൃഗത്തെ അഥവാ ആട്, മാട്, ഒട്ടകം, അതിൽ ഏതെങ്കിലും ഒന്നിനെയാണ് ബലി കൊടുക്കേണ്ടത്. സാമ്പത്തിക ശേഷിയുള്ളവര് ഒരു മാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിനെ സംബന്ധിച്ച് അറിയാമായിരിക്കും. അതേപോലെ ഒട്ടകം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അല്ലെങ്കിൽ ആട്, അതിനെ സംബന്ധിച്ചൊന്നും വിവരിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. അപ്പൊ സാമ്പത്തിക ശേഷിയുടെ തോതനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഒരു മൃഗത്തെ മുഴുവനായി കൊടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. അതല്ല അതിൽ ഷെയർ കൂടാനാണ് സാധിക്കുന്നത് എങ്കിൽ അങ്ങനെ ചെയ്യണം. ആടിന്റെ കാര്യത്തിലാണെങ്കിൽ ഷെയർ കൂടാൻ സാധ്യമല്ല, വലിയ മൃഗത്തിലാണ് ഷെയർ കൂടാൻ അനുവാദമുള്ളത്. അപ്പോൾ നമുക്കിവിടെ അതിന് സംവിധാനമുണ്ട്. നമ്മൾ ഇവിടെ ബലി അറുക്കുന്നില്ല. ഈ പ്രദേശത്ത് അത് വിതരണം ചെയ്യാനായിട്ട് സാധുക്കളായ ആളുകൾ നമ്മുടെ പരിസരത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രദേശത്ത് ബലിമാംസം കൃത്യമായി എല്ലായിടത്തും എത്തുന്നു. ഈ ബലിമാംസം കിട്ടാത്ത വളരെ സാധുക്കളായ ആളുകൾ ജീവിക്കുന്ന മറ്റൊരു പ്രദേശത്തേക്ക് നമ്മൾ ഈ ബലിയുടെ പണം അയച്ചു കൊടുത്ത് അവിടെ ബലിയെടുക്കാനാണ് ഈ മസ്ജിദുൽ ഹിദായ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മൃഗത്തിന്, അത് വലിയ മൃഗമാണെങ്കിൽ 24,000 രൂപയും, അത് ചെറിയ മൃഗമാണെങ്കിൽ ആടാണെങ്കിൽ 12,000 രൂപയും, ഇനി ഷെയർ കൂടുകയാണെങ്കിൽ ഒരാൾക്ക് 3,500 രൂപ തോതിൽ ആ ബോർഡിൽ അത് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. നിങ്ങൾ വിളിക്കേണ്ട വ്യക്തിയുടെ ഫോൺ നമ്പറും അതിൻ്റെ അകത്ത് ആ ബോർഡിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സാധിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കിട്ടാത്ത, പ്രയാസം അനുഭവിക്കുന്ന, ഒരു ബലിമൃഗത്തെ പോലും അറുക്കാൻ സാധിക്കാത്ത മഹല്ലുകളുള്ള പ്രദേശത്തേക്കാണ് നമ്മൾ ഈ ബലിമാംസത്തെ എത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാധിക്കുന്നവർ, ഞാനിവിടെ പറഞ്ഞു 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം പറഞ്ഞു, സാധിക്കുന്നവർ ഷെയറെങ്കിലും 3,500 രൂപ കൊടുക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ ഞാൻ ഉൾപ്പെടെ അതിന് സാധിക്കുന്നവർ ഈ ഷെയറെങ്കിലും കൊടുത്ത് ബലി എന്ന് പറയുന്ന ആ മഹിതമായ ഇബാദത്തിൽ പങ്കുചേരേണ്ടതാണ്. ഇനി ബലി കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബലി കൊടുക്കുന്നവർ ദുൽഹജ്ജ് മാസം 1 മുതൽ തൻ്റെ ബലിമൃഗത്തെ അറുക്കുന്നത് വരെ അവർ താടി വെട്ടാൻ പാടില്ല, താടി വടിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, ശരീരത്തിലെ രോമങ്ങൾ, അത് ഗുഹ്യഭാഗത്തെയാകട്ടെ, രോമങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നതും
വളരെ പ്രബലമായ സുന്നത്തായ മുഅക്കദായ നമ്മൾ പാലിക്കേണ്ട ഒരു നിയമമാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു നിയമത്തെ വച്ചിരിക്കുന്നത്? ഇപ്പൊ ഹാജിമാർ അവർ ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അഥവാ ഇഹ്റാമിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കും ഇതൊക്കെ ബാധകമാണ്. അവര് നഖം എടുക്കാൻ പാടില്ല, അവർ താടി വെട്ടാൻ പാടില്ല, മുടി കളയാൻ പാടില്ല, ഗുഹ്യഭാഗത്തെ രോമങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. അവർക്ക് നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ വേഷമാണ് ധരിക്കേണ്ടത്. അപ്പൊ അത്രയും നമുക്കില്ലെങ്കിലും ഹാജിമാർക്കുള്ള പൂർണ്ണമായ നിബന്ധനകൾ, ഇപ്പൊ ഹാജിമാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഭാര്യ ഭർത്തൃ ബന്ധം വരെ ആ സമയത്ത് പാടില്ല. അത്രയും കണിശമായ നിബന്ധനകൾ നമുക്കില്ല. നമുക്കുള്ളത് മുടിയെടുക്കാൻ പാടില്ല, നഖം കളയാൻ പാടില്ല, അതേപോലെ ശരീരത്തിലെ മറ്റ് രോമങ്ങൾ, ഗുഹ്യഭാഗത്തെ രോമങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നത് സുന്നത്തായ മുഅക്കദായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബലി കൊടുക്കുന്നവര് അത് വലിയ മൃഗത്തെയാകട്ടെ ചെറിയ മൃഗത്തെയാകട്ടെ ഇനി അത് ഷെയർ കൂടുന്നവരാകട്ടെ അവരൊന്നും ഈ പറയുന്ന പോലത്തെ കർമ്മങ്ങൾ ദുൽഹജ്ജ് മാസം 1-ാം തീയതി മുതൽ ബലിമൃഗത്തെ അറുക്കുന്നത് വരെ, എൻ്റെ ബലിമൃഗത്തെ അറുത്തിരിക്കുന്നു, ഞാൻ ഷെയർ കൂടിയ ബലിമൃഗത്തെ അറുത്തിരിക്കുന്നു എന്ന വിവരം കിട്ടുന്നത് വരെ അവരവരുടെ രോമങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ? അതിന്റെ ലക്ഷ്യം എന്താ? അതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, പൂർണ്ണമായ സമർപ്പണമാണ്. എൻ്റെ രോമങ്ങൾ വരെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എൻ്റെ നഖങ്ങളെ, അഥവാ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ ആ ഓരോ അംശങ്ങളെയും ഞാൻ എൻ്റെ റബ്ബിന് വഴിപ്പെടുത്തിയിരിക്കുന്നു. ആ സമ്പൂർണമായ സമർപ്പണത്തിന്റെ പേരാണ് ഇസ്ലാം. സമ്പൂർണമായ സമർപ്പണം. ഞാനെന്ന വ്യക്തിയുടെ മനസ്സ് മാത്രമല്ല, ഞാനെന്ന വ്യക്തിയുടെ ആത്മാവ് മാത്രമല്ല, ഞാനെന്ന വ്യക്തിയുടെ ശരീരം മാത്രമല്ല, ഞാനെന്ന വ്യക്തിയുടെ ശരീരത്തിൽ അള്ളാഹു എനിക്ക് തന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ, അത് രോമങ്ങളാകട്ടെ, നഖങ്ങളാകട്ടെ, അത് മുടികളാകട്ടെ, എല്ലാം എൻ്റെ റബ്ബിന് ഞാൻ വഴിപ്പെടുത്തിയിരിക്കുന്നു. ആ കീഴ്വണക്കം അതാണ് ഹാജിമാർ അവിടെ പ്രകടിപ്പിക്കുന്നത്. അതാണ് ബലിയെറുക്കുന്നവരും ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അഥവാ ഇത് കേവലം ഭൗതികമായ ഒരു കാര്യമല്ല, അതിൻ്റെ അകത്തൊരു ആത്മാവുണ്ട് എന്നർത്ഥം. എല്ലാം സമർപ്പിക്കുക, മറ്റാർക്കുമല്ല, എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിനുള്ള കീഴ്വണക്കം. അതാണ് ഈ ബലി എന്ന് പറയുന്നത്. ഇപ്പൊ ബലിയെ സംബന്ധിച്ച് നമുക്കിടയിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബലിയെറുക്കുന്നത്? ഈ ബലിയെറുക്കൽ മൃഗങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തലല്ലേ, അതിനെ വേദനിപ്പിക്കലല്ലേ? അങ്ങനെയൊക്കെ ഇസ്ലാം ചെയ്യാൻ പാടുണ്ടോ? ഒരുപാട് മൃഗങ്ങളെ ബലിയെറുക്കുന്നു. ലക്ഷക്കണക്കിന് മൃഗങ്ങളെ ബലിയെറുത്ത് 4ഉം 5ഉം 10ഉം ദിവസമൊക്കെ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾ ഇങ്ങനെ ബലിമാംസം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് വിശദമായി പറയാൻ ഇപ്പോൾ സമയമില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ ബലിയുടെ ആത്മാവ്, ബലിയുടെ ലക്ഷ്യം, എന്തിനാണ് ബലി, അതിൻ്റെ ഒരു ചൈതന്യമുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി നമുക്ക് വരുന്ന ഖുതുബകളിൽ സൂചിപ്പിക്കാം. അതേപോലെ ഹജ്ജ്, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആത്മാവെന്ത്, അതിൻ്റെ ചൈതന്യമെന്ത്, വരുന്ന ഖുതുബകളിൽ അതിനെ സംബന്ധിച്ചും സൂചിപ്പിക്കാം. ഞാൻ ഇന്നത്തെ ഖുതുബയിൽ കർമ്മശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസത്തിന്റെ മഹത്വം, അതിൽ ദുൽഹജ്ജ് മാസം 9-ാം തീയതിയുടെ മഹത്വം, അതിൽ ദുൽഹജ്ജ് മാസം 10-ാം തീയതിയുടെ മഹത്വം, ഇത് മാത്രമേ ഞാൻ ഇന്നത്തെ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളൂ. ബലി കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം, അതുമായി ബന്ധപ്പെട്ട് മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്തൊക്കെ പറയുന്നു, അതിനെ സംബന്ധിച്ച് മാത്രമേ ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ സമയമുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ ബലിയുടെ ആത്മാവും ലക്ഷ്യവും ഹജ്ജിന്റെ ആത്മാവും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.